Hello everyone, welcome to Delicious Recipes. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു ഗ്രീൻ പീസ് റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. വളരെ കുറച്ച് ചേരുവകൾ മാത്രമേ ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നതിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഗ്രീൻ പീസ് ഒന്ന് വേവിച്ചെടുക്കണം. 1 കപ്പ് ഗ്രീൻ പീസാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. 250 ml കപ്പിന് 1 കപ്പ് നിറയെ ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളവും ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എനിക്കിവിടെ കിട്ടുന്ന ഗ്രീൻ പീസ് അധികം വേവുള്ളതല്ല, അതുകൊണ്ട് ഞാനിത് വെള്ളത്തിലൊന്നും കുതിർത്ത് വെച്ചിട്ടില്ലായിരുന്നു. ഡയറക്റ്റായിട്ടാണ് ഇതിപ്പോൾ വേവിച്ചെടുക്കുന്നത്. നാട്ടിൽ കിട്ടുന്ന ഗ്രീൻ പീസ് അധികം വേവുള്ളതാണെങ്കിൽ 6 മണിക്കൂറെങ്കിലും അത് ആദ്യം വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അതിനുശേഷം പ്രഷർ കുക്കറിലോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു പാത്രത്തിലോ വേവിച്ചെടുക്കാം. ഗ്രീൻ പീസ് കുറച്ചുകൂടി ഒന്ന് വേവാനുണ്ട്. ഇനി ഇത് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. തുറന്നു വെച്ച് തന്നെ ഒരല്പസമയം കൂടി ഒന്ന് വേവിച്ചെടുത്താൽ മതി. ചപ്പാത്തിയുടെ കൂടെ വളരെ നല്ലൊരു കോമ്പിനേഷനാണിത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. ഇപ്പോൾ ഗ്രീൻ പീസ് ഇവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു കടായിൽ കുറച്ച് എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുക് ചേർക്കാം. 1/2 ടീസ്പൂൺ കടുകാണ് ഞാനിപ്പോൾ ചേർത്തത്. വെജിറ്റബിൾ ഓയിലോ വെളിച്ചെണ്ണയോ ഈ ഒരു റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വന്നപ്പോൾ 1 ടീസ്പൂൺ നിറയെ വെളുത്തുള്ളിയാണ് ഇപ്പോൾ ചേർത്തത്. വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സവാള വളരെ ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർക്കാനുള്ളത്. സവാള കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സവാള വഴന്നു വരുന്നതിന് ആവശ്യമായിട്ടുള്ള അല്പം ഉപ്പ് കൂടി ചേർക്കാം. ഈ ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഗ്രീൻ പീസ് വേവിച്ച സമയത്തും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. സവാളയിൽ ഉപ്പ് ചേർക്കുമ്പോൾ അത് കണക്കാക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. ഞാനിപ്പോൾ വളരെ കുറച്ച് ഉപ്പ് മാത്രമേ ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കണം. ഒരു തണ്ട് കറിവേപ്പിലയാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ഇനി ഇത് വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാനിപ്പോൾ ചേർത്തത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് മുളക് പൊടിയാണ്. 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാനിപ്പോൾ ചേർത്തത്. സാധാരണ മുളക് പൊടിയാണെങ്കിൽ ഇത്രയും ചേർക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്പൈസ് ലെവലിനനുസരിച്ച് മുളക് പൊടിയുടെ അളവിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താം. ഇനി അടുത്തതായിട്ട് ഞാൻ ചേർക്കുന്നത് ഗരം മസാലയാണ്. 1/4 ടീസ്പൂൺ ഗരം മസാലയാണ് ഇപ്പോൾ ചേർത്തത്. ഇനി എല്ലാ പൊടികളും നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഏതൊരു കറി നമ്മൾ തയ്യാറാക്കുമ്പോഴും ഈ പൊടികളൊക്കെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ആ പൊടികളുടെ ഒരു പച്ചമണം നമുക്ക് കറിയിലുണ്ടാവും. അപ്പോൾ ശരിക്കുള്ള ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ആദ്യമായിട്ട് പാചകമൊക്കെ ചെയ്തു തുടങ്ങുന്നവർ
ഈ ഒരു സ്റ്റെപ്പ് പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ പൊടികളും നല്ലതുപോലെ മൂപ്പിച്ചെടുത്ത ശേഷമേ മറ്റു ചേരുവകൾ ചേർക്കാവൂ. നേരത്തെ വേവിച്ച് വെച്ച ഗ്രീൻ പീസ് കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഈ ഗ്രീൻ പീസ് ഈ മസാലയുമായിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഒരു 5 മിനിറ്റെങ്കിലും ഇത് നന്നായിട്ടൊന്ന് ചെറിയ തീയിലിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. ഇതൊരു നോൺ സ്റ്റിക്ക് കടായിലാണ് ഞാൻ തയ്യാറാക്കുന്നത്, അതുകൊണ്ട് ഇത് അടിയിലൊന്നും പിടിക്കില്ല. എങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ ഗ്രീൻ പീസ് കറിയുടെയും ഗ്രീൻ പീസ് മുട്ടയും ചേർത്തിട്ടുള്ള ഒരു റെസിപ്പിയും കൂടി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സമയം കിട്ടുമ്പോൾ ആ വീഡിയോ ഒക്കെ ഒന്ന് കാണണം. റെസിപ്പികളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് കൂടി അറിയിക്കാൻ മറക്കരുത്. ഗ്രീൻ പീസ് വേവിച്ച അല്പം വെള്ളം കൂടി ഞാൻ ഈ കടായിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു. കൂടുതൽ വെള്ളം ചേർക്കരുത്. ഇതൊരു ഡ്രൈ ഗ്രീൻ പീസ് മസാലയാണ്. അപ്പോൾ ഗ്രീൻ പീസ് വേവിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മാത്രം വേവിച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു 1/4 കപ്പിനടുത്തുള്ള വേവിച്ച ഗ്രീൻ പീസിൻ്റെ വെള്ളമാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതിൽ കൂടുതൽ ചേർക്കരുത്. ഇപ്പോൾ ഈ ഗ്രീൻ പീസ് മസാലയുമായിട്ട് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 5 മിനിറ്റ് ഇപ്പോൾ ആയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ചപ്പാത്തിക്കും ചോറിനും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഗ്രീൻ പീസ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കൂടി തരാൻ മറക്കരുത്. ഈ റെസിപ്പി ഇഷ്ടമായാൽ ഡെലീഷ്യസ് റെസിപ്പീസ് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്